ചന്ദ്രു വണ്ടിയൊന്നും വേണ്ട, അവൻ ജീപ്പിനകത്ത് നടക്കട്ടെ. ചന്ദ്രു ആരാന്ന് അറിയില്ലേ? ഓരോ PR കൊണ്ട് ഓരോരുത്തന്മാര് വരും ചാറ്റില്. ഹലോ, ഇതാരാ? സാഗുര് സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ശബ്ദമില്ല. ഹലോ, നമുക്ക് എന്റെ നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലാൻ ഉണ്ട്, ഒരു MLM പരിപാടി ഉണ്ട്. ഈ ആളെ ചേർക്കുന്ന ഒരു പരിപാടി ഭയങ്കര ഈസിയാ സൗകര്യം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇവ സാഗുരു എന്റെ ഒരു 3000 കോടി രൂപ തരുന്നു. 3000 കോടി രൂപ തന്നിട്ട് സാഗുരുവിന് ഒരു ലെഫ്റ്റും ഒരു വിങ്ങും ഒരു റൈറ്റ് വിങ്ങും ഉണ്ട്. ഇപ്പൊ ആദ്യം എന്നെ 3000 കോടി രൂപ ഏൽപ്പിക്കുമല്ലോ. ഈ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ ആക്സസ്, കമ്പനി ആക്സസ് ഫുള്ള് തരും. അപ്പൊ സാഗുരുവിന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വിങ് വരും. ഈ ലെഫ്റ്റ് വിങ്ങിൽ ഒരാൾ വരുന്ന സമയത്ത് ഒരാളെ ലെഫ്റ്റ് വിങ്ങിൽ ചേർക്കുമ്പോൾ സാഗുരുവിന് അവരുടെ അടുത്ത് നിന്ന് 300 കോടി രൂപ മേടിക്കാം. അതിൽ നിന്ന് 100 കോടി രൂപ 100 കോടി രൂപ എനിക്ക് തരണം. അപ്പൊ സാഗുരുവിന് 200 കോടി. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട സ്കീമാണത്. എന്താണ് 3000 കോടി തന്നാല് 2 ആഴ്ച കൊണ്ട് 6000 കോടി തിരിച്ച് എടുക്കല്ലേ പറ്റേ? അതിന് ഫണ്ട് ചെയ്യോ? അതിന് ഫണ്ട് ചെയ്യും. അപ്പൊ ഇത് എങ്ങനെ തിരിച്ചറിയായിട്ട് കിട്ടും? 60% അതായത് ലാഭം. അതില് പുള്ളി പൈസ നമുക്ക് കൺസൈൻമെന്റ് അടിക്കാനുള്ള 65 കോടി, എത്രയാണ്? 70 കോടി. എത്രയാണോ നമുക്ക് എത്രയാണോ വരുന്നത് അത്രയും പൈസ പുള്ളി തരും. അടിച്ചു കഴിയുമ്പോ നമുക്ക് 100 ഗണ്ണാണ്. ഈ ഗണ്ണ് വിറ്റിട്ട് പൈസ ആക്കും. ഈ ഗണ്ണ് വിറ്റിട്ട് പൈസ ഒരു ഗണ്ണിന് 18 ഓ മൈ ഗോഡ്, ഇത് ആരുടെ ഐഡിയ? നല്ല തലയുള്ള ആരുടെ ഐഡിയ ആണെന്ന് തോന്നല്ലോ. മണ്ടനാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കൊടുക്കാറുന്നല്ലോ നമുക്ക്. இது ஆல்ரெடி நியூஸ்ல உண்டு, இவரு நிறைய ஒரு 100 கன் ஏற்கனவே வித்திருக்காரு. ഇതൊക്കെ പബ്ലിക് ആയിട്ട് പറയാവോ? ഇതൊക്കെ കോച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ പറയരുത്. അതിങ്ങനെ ബോംബായിട്ട് വെക്കണം, എന്നിട്ട് പയ്യെ 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 പൊട്ടിക്കണം. മനസ്സിലായോ? ശരി ശരി ശരി. മണ്ടൻ സോറി. ജപ്പാനിൽ പോയിട്ടുണ്ട്. ഇത് സ്കീമല്ല, സ്കാമാണ്. നമ്മളൊക്കെ ഇത്ര കോടീശ്വരന്മാരായത്. നോക്കിയേ, അനൗൺസ് ചെയ്യാം. ഓക്കെ, 11 മണിയാകുമ്പോ 10 മിനിറ്റ് കൂടെ 10 മിനിറ്റ് നോക്കിയിട്ട് തുടങ്ങാം. ഗ്യാങ് ഫണ്ട് പറയാം. എപ്പ എത്തി? റേഡിയോ കണക്ട് ചെയ്തില്ലേ? ഇല്ല, വേറെ റേഡിയോ മാത്രമല്ല വേറെയും പോകും. എനിക്ക് കിടപ്പിട്ടിട്ട് തോന്നുന്നില്ലടാ. മോനെ വിളിക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഈ മണി നീ എന്തിനാണ് നീ എന്നെ വെടിവെച്ചേ? എടാ കണ്ണാടി അണ്ണാ കൈ തോക്കും റേഡിയം വെച്ച് ഇതാക്കി ഞാൻ വെടി പോകണ്ട. എനിക്ക് അറിഞ്ഞൂടാ അത് സെർവർ കത്തിയെന്ന് തോന്നട്ടാ. എവിടെ റേഡിയോ ഒന്നും വർക്ക് ആവുന്നില്ലടാ. അണ്ണാ അത് മറ്റേ ഇടയ്ക്ക് റേഡിയോ റീസെറ്റ് ആയിരുന്നു. പാസ്വേഡ് ഒന്നുകൂടെ അടിച്ചു കൊടുക്കണം. ആദ്യമായിട്ടാണ് കയറി ഒന്നുകൂടെ കയറി. ഞാൻ ഓൾറെഡി കയറി. കൂടുതൽ ഞാൻ വേണ്ടേ? ഞാൻ വരുന്നത് എവിടെ ഗാർഡ് തോന്നരുതെന്ന് അമ്മമാരുടെ അടുത്തെല്ലാം പറഞ്ഞാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് കത്തി ഇങ്ങനത്തെ നിക്കറിന്റെ ഒരു പേരുണ്ടല്ലോടാ, എന്തോ അതിന്റെ പേര്? ജോഗറോ? ഇത് ജോഗറല്ല. ഇങ്ങനത്തെ നിക്കറിന്റെ ഒരു ജോഗർ എന്നല്ലേ? ഹലോ, പണ്ട് കണ്ടുള്ള സൂസപ്പനെ അറിയാം? സൂസപ്പൻ
അപ്പൊ ഞാൻ പോയി തരാം, പോയി തരാം. ഓ പോട്ടെ 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 അതെ അതെ അതെ. ഞാൻ സക്സസ്ഫുൾ ആയത് തന്നെ ആ സ്കീമിൽ കൂടെ. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഒരു പ്രസന്റേഷൻ ആയിട്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ. വാസന ഹലോ, എന്താണ് ബിസിനസ്? മുത്തേ ബോംബ് 10 മണിയാകുമല്ലോ.